സുവർണ ജൂബിലി ആഘോഷ നിറവിലായിരിക്കുന്ന പടുമുഖം തിരുഹൃദയ ഇടവക അംഗങ്ങൾക്കും ഇടവക വികാരിക്കും ദേശവാസികൾക്കും ജൂബിലിയുടെ എല്ലാവിധ മംഗളങ്ങളും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. 45 വർഷങ്ങൾക്ക് മുൻപ് വികാരി എന്ന നിലയിൽ അവിടെ ശുശ്രൂഷ ചെയ്യുവാൻ ലഭിച്ച അവസരം ഏറ്റവും മനോഹരമായിരുന്നു എന്ന് ഞാൻ ഓർക്കുകയാണ്. ഗ്രാമീണ അന്തരീക്ഷവും കലവറയില്ലാത്ത സഹകരണവും സാഹോദര്യവും നിറഞ്ഞു നിന്ന ഒരു ഇടവക. കൂട്ടുത്തരവാദിത്വത്തോടുകൂടി ഇടവകയുടെ നന്മയ്ക്ക് വേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച ഇടവക അംഗങ്ങൾ അവരുടെ സമർപ്പണത്തിൻ്റെയും പ്രവർത്തനങ്ങളുടെയും ഫലമായിട്ട് ഇന്ന് പടുമുഖം ഇടവകയ്ക്ക് ലഭിച്ചിരിക്കുന്ന വലിയ നന്മകളും പുരോഗതിയും എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നിറഞ്ഞതായിരിക്കുന്നു എന്ന് കാണാനായിട്ട് കഴിയും. എത്രയോ ആളുകളുടെ ത്യാഗത്തിൻ്റെ ഫലം, സമർപ്പണത്തിൻ്റെ ഫലം ഇന്ന് അവിടെ ആയിരിക്കുന്ന ആളുകൾ, ഇടവകാംഗങ്ങൾ അനുഭവിക്കുന്നു. നല്ലവനായ ദൈവം വഴി നടത്തിയ നാളുകൾക്ക് ദൈവത്തിന് നന്ദി പറയാം. ഞാൻ അവിടെ ആയിരുന്നപ്പോൾ എല്ലാവരും ഒത്തൊരുമിച്ച് കൂട്ടപ്പണിയോടുകൂടി പടുത്തുയർത്തിയ സ്കൂൾ കെട്ടിടവും പള്ളിയും പള്ളിയുടെ പരിസരവുമൊക്കെ ഇപ്പോഴും മനോഹരമായി കാത്തു സൂക്ഷിക്കുന്നതിൽ ഇടവകാംഗങ്ങളും ചുമതലപ്പെട്ട കൈക്കാരന്മാരും വികാരിമാരുമൊക്കെ നിസ്തുലമായ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് എന്നത് സത്യമാണ്. വളർച്ചയുടെ പാതയിലൂടെ ഇനിയും ഈ ഇടവക മുന്നോട്ട് നീങ്ങാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇടവകയുടെ വളർച്ചയ്ക്കായി സ്വയം സമർപ്പിച്ച എല്ലാവരെയും ദൈവസന്നിധിയിൽ നന്ദിയോടെ അനുസ്മരിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ജൂബിലിയുടെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. പ്രിയ സ്നേഹിതരെ, സുഹൃത്തുക്കളെ, മിശിഹായിൽ ഏറ്റവും അനുഗ്രഹീതരായ പടമുഖം നിവാസികളെ, പടമുഖം ഇടവക്കാരെ, നാനാജാതി മതസ്ഥരുടെ ബന്ധങ്ങൾ കൊണ്ടും സുദൃഢമായ വളരെ മേന്മയേറിയ ജീവിത ശൈലി കൊണ്ടും വളരെ അടുത്തടുത്ത് നിൽക്കുന്ന പരിമളമായ ജീവിത ശൈലിയും സൗഹൃദവും എന്നും കോട്ടയം അതിരൂപതയിലെ എന്ന് മാത്രമല്ല എല്ലാ വൈദികരുടെയും ഒരു ആവേശമാണ്, ഒരു ഉത്കടമായ അഭിലാഷമാണ് പടമുഖത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ. 2000-2003 വർഷകാലങ്ങളിൽ അവിടെ സേവനമനുഷ്ഠിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചത് ഏറ്റവും വലിയ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ സുന്ദരങ്ങളായ ഒരു കാലഘട്ടമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും എപ്പോഴും എന്തിനും ഏതിനും പുതുമ കൊണ്ടു നടക്കുന്ന നമ്മുടെ പോതറയച്ചൻ, ഇപ്പോഴത്തെ വികാരി അച്ഛൻ, ഈയൊരു നൂതന ആശയവുമായി ഇടവകയുടെ ചരിത്രത്തോടനുബന്ധിച്ച് ഞങ്ങളുടെ ഓരോരുത്തരുടെയും വിശിഷ്യ വികാരിമാരുടെയും സന്യസ്തരുടെയും എല്ലാം അനുഭവങ്ങൾ കോർത്തിണക്കി ഇപ്രകാരമൊരു ഡോക്യുമെൻ്ററി തയ്യാറാക്കുവാനായിട്ട് തീരുമാനിച്ച അച്ഛനെ പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ അച്ഛനോടൊപ്പം പ്രവർത്തിക്കുന്ന ഈ യുവാക്കന്മാരെയും അവരോടൊപ്പം സഹകരിക്കുന്ന യുവാക്കളെ എല്ലാവരെയും ഓർക്കുന്നു. എൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് എനിക്ക് എടുത്തു പറയാനുള്ളത് നമ്മുടെ അതിരൂപതയിൽപ്പെട്ട OSH സഭാ സമൂഹത്തിലേക്ക് വന്ന 2 വൈദികരുടെ പട്ടം ശുശ്രൂഷയാണ്. പട്ടം ശുശ്രൂഷയും തുടർന്ന് അവരുടെ പുത്തൻ കുർബാനയും നമ്മുടെ കോച്ചാപ്പള്ളി ബ്രദറിൻ്റെയും അതുപോലെ തന്നെ ചേരിയിലെ ബ്രദറിൻ്റെയും പൗരോഹിത്യ സ്വീകരണം ആ ഇടവകയെ ആകമാനം കോരിത്തിരിപ്പിച്ച വലിയൊരു സംഭവമാണ്. അതിനുവേണ്ടി ഇടവകങ്ങൾ സാമ്പത്തിക സഹായം ഉദാരമായി സംഭാവന ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ പള്ളിയുടെ നേരെയുള്ള വാതിക്കൽ നിന്ന് താഴോട്ടുള്ള പള്ളിയുടെ തന്നെ വീതിയിലും താഴോട്ട് സ്കൂൾ വരെയുള്ള ഗ്രൗണ്ടൊക്കെ ശരിയാക്കിയത്. എന്നിട്ട് താഴെ കടുത്തിരുത്തി വലിയ പള്ളിയുടെ കുരിശയുടെ മാതൃകയിൽ
ഒരു വലിയ കുരിശും സ്ഥാപിക്കുവാനായിട്ട് സാധിച്ചു. നിർലോഭം രാപകൽ അധ്വാനിച്ചിട്ടാണ് അതെല്ലാം അവിടെ സാധ്യമായത്. നിറയെ തെങ്ങുണ്ടായിരുന്ന തെങ്ങുകളെല്ലാം വെട്ടിനിരത്തി മനോഹരമായൊരു വഴി ആക്കണമെന്ന് അവരുടെ എല്ലാവരുടെയും ആഗ്രഹം പ്രമാണിച്ച് അപ്രകാരം ഒരു വഴിയെല്ലാം വെട്ടി കോട്ടയം അതിരൂപതാധ്യക്ഷനായിരുന്ന കുര്യാക്കോസ് കുന്നശ്ശേരി പിതാവ് വളരെയേറെ സ്നേഹിച്ച ഒരു ഇടവകയാണ് പടമുഖം ഇടവക. അവിടുത്തെ ജനങ്ങൾ വായനയിലും പഠനത്തിലും മികവായിരുന്നു. എൻ്റെ കാലത്ത് കോട്ടയം അതിരൂപതയിൽ നിന്നും മിഷീനുകളിലെ കുട്ടികളെ കൊണ്ട് BCM കോളേജിൽ വന്ന് താമസിപ്പിച്ച് സമ്മാനങ്ങളൊക്കെ മേടിച്ച് വാരിക്കോരി കൊണ്ടുപോയത് ഞാൻ ഓർക്കുന്നു. വികാരിച്ചനും സിസ്റ്റേഴ്സും എല്ലാവരും BCM കോളേജിൻ്റെ തൊട്ടടുത്ത് താമസിച്ചുകൊണ്ട് കുട്ടികളെല്ലാവരും തന്നെ കിടന്നു. അവരെല്ലാം ഇന്ന് ഉന്നതമായ സ്ഥാനങ്ങളിൽ നമ്മുടെ BCM കോളേജിലെ ഒഴിവ് കോളേജിലൊക്കെ അധ്യാപകരായിട്ട് സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. നമ്മുടെ അന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾ ഇന്ന് കോട്ടയം അതിരൂപതയിലെ വിവിധ സ്കൂളുകളിലും ഹയർ സെക്കൻഡറി സ്കൂളിലൊക്കെ ജോലി ചെയ്യുന്നതും വളരെ ചാരിതാർത്ഥ്യം നൽകുന്ന കാര്യമാണ്. നമ്മുടെ അതിരൂപതയിലെ മേലധ്യക്ഷന്മാർ വളരെയേറെ സ്നേഹിച്ചതിൻ്റെയും സഹകരിച്ചതിൻ്റെ ഫലമായിട്ടാണ് നാം കാണുന്ന ഹൈ റേഞ്ച് ഇത്രമാത്രം മനോഹരമായത്. വൈദികരോടൊപ്പം അന്തി ഉറങ്ങുവാനും വൈദികരോടൊപ്പം ഭക്ഷണം കഴിക്കുവാനും വൈദികരോട് ചേർന്ന് കൊണ്ട് പ്രവർത്തിക്കുവാനും ഇത്രമാത്രം താല്പര്യം കാണിക്കുന്ന ഒരു ജനത്തെ നമ്മൾ നാട്ടിലെങ്ങും കാണുവാനായിട്ട് സാധിക്കില്ല. കാരണം രാപകൽ അധ്യാപകരും പ്രത്യേകിച്ച് അവിടുത്തെ ജോണി സാറും മറ്റ് അധ്യാപകരുമൊക്കെ അവിടുത്തെ സന്യസ്തരും അവിടുത്തെ ആത്മായ പ്രേക്ഷിതരും വൈദികരോട് ചേർന്ന് പ്രവർത്തിച്ചതിൻ്റെ ആ ഒരു ഊഷ്മളത എൻ്റെ പൗരോഹിത്യത്തിൽ എനിക്ക് മറ്റെങ്ങും കിട്ടിയിട്ടില്ല എന്ന കാര്യവും ഞാൻ ഈ തരുണത്തിൽ അനുസ്മരിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ മനസ്സിന് കുളിർമയും മനോഹരതയും ചാരുതയും നൽകുന്ന ഒരു അനുഭവമാണ്. ഇപ്പോൾ വളരെ സങ്കടകരമായ കാര്യം, അന്ന് ഉണ്ടായിരുന്ന പല മിടുമിടുക്കന്മാരും മൺമറഞ്ഞു പോയി. അതുപോലെ തന്നെ അതേ തരത്തിൽ തന്നെ പ്രവർത്തിച്ച പലരും ഇന്ന് നാട്ടിലേക്ക് തങ്ങളുടെ പഴയ പൂർവികരുടെ സ്ഥലം അന്വേഷിച്ച് നാട്ടിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അവരും മനോഹരമായി തന്നെയാണ് അവിടെയും ഇവിടെയും ജീവിക്കുന്നത്. തീർച്ചയായിട്ടും തങ്ങളുടെ ജന്മദേശത്തിലുള്ള ആ കൂറും തിരികെ വരണമെന്നുള്ള അവരുടെ ആഗ്രഹവും വിശിഷ്ട ജ്ഞാനായ സമുദായക്കാരുടെ ആ ഒരു അകമഴിഞ്ഞ ആ പരമ്പരാഗതമായ പഴയ സ്ഥലത്തേക്കുള്ള ആ ഒരു തിരിഞ്ഞു നോട്ടവും എത്തിനോട്ടവുമെല്ലാം ഇന്നും അവിടെ മനോഹരമായി പോകുന്നു. തീർച്ചയായിട്ടും നമ്മുടെ കോട്ടയം അതിരൂപതയ്ക്ക് അന്ന് ആ ദേവാലയം ചേതലത്തിൻ്റെ നേതൃത്വത്തിൽ നിർവഹിക്കുന്നത് കാണുമ്പോൾ നമുക്കറിയാം. ഇന്നത്തെ ശ്രീ ജോസഫിൻ്റെ അപ്പൻ അവിടെ ഫോറസ്റ്ററായിരുന്നു. ജോലി ചെയ്ത സമയത്തൊക്കെ നമുക്ക് ആവശ്യമായ തടികളൊക്കെ ലഭിക്കുവാനായിട്ട് ഇടപെട്ടതൊക്കെ നന്നായി ഞാൻ ഓർക്കുന്നു, അനുസ്മരിക്കുന്നു. തീർച്ചയായിട്ടും ആ പള്ളിക്കുടവും നമ്മുടെ പരിസരവും എല്ലാം ആ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് മനോഹരമായ ചാരുതയാർന്ന ചരിത്രത്തിൻ്റെ ഭാഗമാണെന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല, അതിശയോക്തിയുമില്ല. തീർച്ചയായിട്ടും നന്മ നിറഞ്ഞ ഒരു കൂട്ടം ആളുകൾ പടമുഖം പ്രദേശത്ത് ഉണ്ട് എന്നുള്ളതിൽ എന്നും എപ്പോഴും എവിടെയും അഭിമാനത്തോടെ പറയുവാനായിട്ട് നമുക്ക് സാധിക്കും. ആ ഒരു കുളിർമ ഞങ്ങളുടെ മനസ്സിനെ ഇന്നും അവിടെ പ്രവർത്തിച്ച സേവനമടിച്ച വൈദികർ എപ്പോഴും എവിടെയും ആര് മരിച്ചാലും ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് നാട്ടിലെ എല്ലാ വൈദികരും ഒരുമയിൽ അവിടെ വന്നു ചേരുന്നത് തന്നെ ആ ഒരു ബന്ധമുള്ളതിനാണ്. മണിക്കൂറുകളെ വണ്ടി ഓടിച്ച് ഏത് മൃതസ്കാര ശുശ്രൂഷയിലും ഞങ്ങൾ വൈദികരെല്ലാവരും അവിടെ വന്നു ചേരുന്നത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ നന്മ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്കവിടെ വരുവാനായിട്ട് സാധിക്കുന്നത്. ഞങ്ങളെപ്പോൾ വന്നാലും ഞങ്ങൾക്ക് എന്തെല്ലാം ചെയ്തു തരണമെന്ന് ഉൾക്കടമായി ആഗ്രഹിക്കുകയും അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു, നന്ദി പറയുന്നു. മൺമറഞ്ഞ പോയ
എല്ലാ പ്രിയപ്പെട്ട കാരണവന്മാരെയും അനുസ്മരിക്കുന്നു. യുവതലമുറകൾ കൂടുതൽ ഉന്മേഷഭരിതനായി നന്നായി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഉത്സാഹഭരിതനായി ജീവിക്കുവാനായിട്ട് കൂടുതൽ താല്പര്യം കാണിക്കണമെന്ന കാര്യം ഈ തരുണത്തിൽ ഞാൻ അനുസ്മരിക്കുന്നു. നമ്മൾക്ക് എല്ലാവർക്കും ചേർന്ന് 100ൻ്റെ നിറവിൽ നമ്മുടെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ അടുക്കൽ എത്തിച്ചേരുമ്പോൾ അത് ഒരു ധന്യമായി തീരും. തീർച്ചയായിട്ടും ഞാൻ ആദ്യത്തെ എൻ്റെ പ്രസംഗം ഞാൻ ഓർക്കുന്നു. എക്കാലം അത്രയും ഞാൻ നടത്തിയിരുന്നത് പുണ്യാളന്മാരോടാണ്. ഇപ്പോൾ ഈശോയുടെ തിരുഹൃദയത്തോട് നേരിട്ട് റഷ്യൻ പ്രസിഡൻറ്റും അമേരിക്കൻ പ്രസിഡൻറ്റും സംസാരിക്കുന്നതിൻ്റെ ഹോട്ട് ലൈനിൽ സംസാരിക്കാനായിട്ടാണ് എന്നെ അഭിനന്ദ പിതാവ് ഇങ്ങോട്ട് ആക്കിയിരിക്കുന്ന എന്നതായിരുന്നു എൻ്റെ ആദ്യത്തെ ദിവസത്തെ പ്രസംഗം. അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. തീർച്ചയായിട്ടും ഈശോയുടെ തിരുഹൃദയം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു. ഇനിയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ വിനീതമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആമേൻ. പടമുഖം തിരുഹൃദയ ദേവാലയത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കുചേരുവാൻ സാധിക്കുന്നതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. സുവർണ ജൂബിലിക്ക് എല്ലാവിധ ആശംസകളും മംഗളങ്ങളും നേരുകയാണ്. തീർച്ചയായിട്ടും ഈ ജൂബിലി പടമുഖംകാർക്ക് മാത്രമല്ല, കോട്ടയം അതിരൂപതയിലെ എല്ലാ വിശ്വാസികൾക്കും ആനന്ദം നൽകുന്നതാണ്. കാരണം ഹൈറേഞ്ചിലെ ഫോറോനാപ്പള്ളി എന്ന നിലയിൽ രൂപതയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഈ ദേവാലയത്തിന് അതിൻ്റേതായ പ്രത്യേകതയുണ്ട്. ഞാൻ പടമുഖത്ത് വരുന്നത് 2008 മെയ് മാസത്തിലാണ്. 2012 മെയ് വരെ 4 വർഷം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. വർഷങ്ങളായി മലബാറിൽ സേവനം ചെയ്തതിന് ശേഷം പടമുഖത്തേക്ക് വരുമ്പോൾ വീണ്ടും ഒരു കുടിയേറ്റ ജനതയുടെ ഇടയിൽ സേവനം ചെയ്യാൻ സാധിച്ചത് ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടൽ കൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സ്നേഹം നിറഞ്ഞ ഒരു കൂട്ടായ്മയാണ് പടമുഖത്തുള്ളത്. ഞാനവിടെ ചാർജ് എടുത്ത് പിറ്റേ ദിവസം തടിയമ്പാട് ഒരു പരിപാടിക്ക് പോയപ്പോൾ അവിടുത്തെ ഒരു അമ്മ എന്നെ കണ്ടിട്ട് പറഞ്ഞു, ഇത്രയും പ്രായം ചെന്ന ഒരച്ഛനെയാണോ ഈ മലമ്പ്രദേശത്തേക്ക് പിതാവ് അയച്ചതെന്ന്. അതെനിക്ക് വലിയൊരു പ്രോത്സാഹനമായി മാറി. ആ 4 വർഷവും പടമുഖംകാരും ഹൈറേഞ്ചുകാരും എനിക്ക് ആ ഒരു പ്രത്യേക വശം എൻ്റെ ജീവിതത്തിൽ കാണുകയും എന്നോട് സഹകരിക്കുകയും ചെയ്തത് നന്ദിയോടുകൂടി ഓർക്കുകയാണ്. പടമുഖംകാരെ സംബന്ധിച്ചിടത്തോളം അവിടെ വരുന്ന എല്ലാ വൈദികരോടും വളരെ സ്നേഹത്തോടു കൂടി പെരുമാറുകയും അവരുടെ ജീവിതത്തിൽ എപ്പോഴും വൈദികർക്കൊരു സ്ഥാനമുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറുന്ന രീതിയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇടവക്കാരാര് എൻ്റെ അടുത്ത് വന്നാലും അവിടെ നിന്ന് പോയിട്ടുള്ള വൈദികരെ പറ്റി അന്വേഷിക്കുകയും അവരുടെ ക്ഷേമങ്ങൾ അന്വേഷിക്കുന്നതോടൊപ്പം അവരെ സന്ദർശിക്കാൻ പോകുന്നതൊക്കെ ഒരു പതിവായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇടവക ജനം വൈദികരെ സ്നേഹിക്കുന്നതിൽ പടമുഖംകാർക്കുള്ളതായ പ്രത്യേകത തുടർന്നും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് പോകുന്നത് ശേഷവും പലരും എന്നെ കാണാൻ വരികയും സന്തോഷം പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് വലിയ ഒരു സംതൃപ്തിയുടെ അനുഭവമാണ് ഉണ്ടായത്. അതുകൊണ്ട് വർഷങ്ങൾക്ക് ശേഷവും പടമുഖത്ത് പോകുന്നതും അവിടെയുള്ളവരെ കാണുന്നതും വലിയ ഒരു സന്തോഷ അനുഭവമാണ് എനിക്ക് നൽകിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ജൂബിലി അവസരത്തിൽ നിങ്ങൾക്ക് കൂടുതൽ വളരുവാൻ സാധിക്കണം. കൂടുതൽ സ്നേഹത്തോടു കൂടി കൂട്ടായ്മയിൽ വളരാൻ സാധിക്കുമ്പോൾ അഭിവൃദ്ധി ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. വലിയ ടെൻഷനോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്ത ഒരു ഇടവകയായിട്ടാണ് പടമുഖം മുമ്പോട്ട് പോകുന്നത്. ഫോറോനാപ്പള്ളി എന്ന നിലയിൽ മറ്റുള്ളവരെ എല്ലാവരെയും പരിഗണിക്കുവാനും
അവരോടൊപ്പം ആയിരിക്കുവാനും നിങ്ങൾ കാണിക്കുന്നതായ പ്രത്യേകത ഈ ജൂബിലി വർഷത്തിൽ നിങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടായി മാറും എന്നുള്ളതിന് സംശയമില്ല. ഈ നല്ല രീതിയിൽ നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ആ പ്രദേശത്തുള്ള എല്ലാ ജനങ്ങളെയും ഞാൻ ഓർക്കുകയാണ്. നാനാജാതി മതസ്ഥരായ എല്ലാവരും ഇടവകയോട് കാണിക്കുന്നതായ പ്രത്യേക പരിഗണന ഓർക്കുന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവമായിരുന്നു KCYL-ൻ്റെ യുവജന സംഗമം നമ്മളുടെ അതിരൂപതയുടെ ശതാബ്ദിയോടുകൂടി അവിടെ നടത്തിയത്. അന്ന് നമുക്ക് ലഭിച്ചതായ സപ്പോർട്ട് മറ്റിടവകളിൽ നിന്നും ജനങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുള്ളതായ പ്രോത്സാഹനം നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഒരുപക്ഷെ ശതാബ്ദി വർഷത്തിലെ പരിപാടികളിൽ ഏറ്റവും നല്ലൊരു പരിപാടിയായിട്ട് അതിരൂപത അതിനെ കണ്ടതിൻ്റെ കാരണം അവിടുത്തെ കൂട്ടായ്മയുടെ ശക്തിയാണ്. ഇന്നും ഞാനത് വളരെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. വൈദികർ പരസ്പരം ബന്ധപ്പെടുകയും അംഗീകരിക്കുകയും വൈദിക കൂട്ടായ്മയ്ക്ക് വലിയ ശക്തി ഉണ്ട് എന്ന് തെളിയിക്കുകയും ചെയ്ത ഒരവസരമായിരുന്നു അത്. തുടർന്നും നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഈ കൂട്ടായ്മ ശക്തമായിട്ട് മുമ്പോട്ട് പോകുവാനായിട്ട് പരിശ്രമിക്കുക. മറ്റുള്ളവരുമായിട്ട് സഹകരിച്ച് നമ്മുടെ ചുറ്റുപാടുമുള്ള നാനാജാതി മതസ്ഥരുമായിട്ട് സഹകരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഈ ജൂബിലി ആഘോഷത്തിന് പുതിയ ഒരു മാനം ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ തിരുഹൃദയത്തിന് നിങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. മിശിഹായിൽ പ്രിയ ഇടവക ജനങ്ങളെ, ഞാൻ പടമുഖം പള്ളിയിൽ വികാരിയായി വരുന്നത് 2012 മെയ് മാസത്തിൽ വന്നു. 2013 മെയ് മാസത്തിൽ അവിടുന്ന് പോരുകയും ചെയ്യും. അപ്പോൾ കുറച്ച് നാളുകൾ മാത്രമേ പടമുഖം പള്ളിയിൽ വികാരിയായി ഇരിക്കാനായിട്ട് സാധിച്ചുള്ളൂ. എങ്കിലും നേരത്തെ 1988 മുതൽ 90 വരെ 2 വർഷക്കാലം തെള്ളിത്തോട് ഇടവകയിലുണ്ടായിരുന്നപ്പോൾ പടമുഖം നിവാസികളുമായും പടമുഖം പള്ളിയുമായിട്ടുമൊക്കെ എനിക്ക് അഭേദ്യമായൊരു ബന്ധം ഉണ്ടായിരുന്നു. എനിക്ക് 1 വർഷക്കാലം പടമുഖത്ത് താമസിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് മലയോര ജനതയുടെ സ്നേഹവും ബഹുമാനവും ആദരവുമൊക്കെ അവർക്കെന്നോട് കൂടുതലുണ്ടായിരുന്നു. 1 വർഷക്കാലം കൊണ്ട് കുരിശിൻ്റെ വഴിയുടെ 14 സ്ഥലങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തിരുഹൃദയ ഭക്തി കൂടുതൽ വർദ്ധിപ്പിക്കുവാനായിട്ട് സാധിച്ചു. ആളുകളുമായിട്ടുള്ള പ്രത്യേകിച്ച് ഇടവകയിലെ ഭക്തസംഘടനകൾ, തിരുബാലസഖ്യം മുതൽ വിൻസെൻ്റ് പോൾ വരെയുള്ള സംഘടനകൾ കൂടുതൽ ആത്മീയ പരിവേഷത്തിലേക്ക് എത്തിക്കുവാനായിട്ടൊക്കെ സാധിച്ചു. അതിലും കൂടുതൽ എന്നെ ആകർഷിച്ചത് അവിടുത്തെ സ്നേഹമന്ദിരം നിവാസികളിൽ അവരോടൊത്ത് കൂടുതൽ സമയം ചെലവഴിക്കാനായിട്ട് സാധിച്ചു. ഞാൻ പിന്നെ അവിടുന്ന് പോരുന്നത് ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ കാരണമാണ്. എനിക്ക് കാലിന് ചില അസുഖങ്ങളുണ്ടായിരുന്നതുകൊണ്ടാണ് അവിടുന്ന് പോരാൻ മനസ്സ് വെച്ചത്. ഈ ജനതയെ കൂടുതലായിട്ട് സ്നേഹിക്കുകയും ഒത്തിരിയേറെ സന്തോഷം അവരിൽ നിന്നും അനുഭവിക്കാൻ സാധിച്ചതിൽ വളരെ നന്ദിയുണ്ട്. ഇപ്പോൾ ഈ പള്ളിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ നടക്കുന്നുവെന്നറിയുന്നതിൽ വളരെയധികം സന്തോഷിക്കുന്നു. ഈ ജൂബിലി വർഷത്തിൽ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആ ഇടവകയ്ക്കും ആ പ്രദേശത്തിനും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ജൂബിലിയുടെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. 2017-20 കാലത്താണ് ഞാൻ പടമുഖത്ത് ശുശ്രൂഷ ചെയ്തത്. അതിനെക്കുറിച്ച് മൊത്തത്തിലുള്ള ഒരു ഓർമ്മ എന്ന് പറയുന്നത് ദൈവജനത്തിൻ്റെ സ്നേഹം അനുഭവിക്കാനും ദൈവജനത്തിന് സ്നേഹ ശുശ്രൂഷ ചെയ്യാനും കഴിഞ്ഞ ഒരു കാലം എന്ന രീതിയിലാണ്. 2020 ഞാൻ അവിടുന്ന് പോരുന്ന സമയത്ത് അവിടുത്തെ യുവജനങ്ങൾ തന്ന ഒരു ചെറിയ മെമൻറ്റോയിൽ അവരെഴുതിയ ഒരു വാക്യമുണ്ടായിരുന്നു: ഞങ്ങൾക്ക് നൽകിയ വിശ്വാസ പരിശീലനത്തിന് നന്ദി എന്നത്. ഒരു വൈദികൻ എന്ന നിലയിൽ ആ ഒരു വിശ്വാസ പരിശീലനം, ആരാധനാക്രമ പരിശീലനം, ദൈവവചനത്തിലുള്ള പരിശീലനം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നൽകാൻ കഴിഞ്ഞ ഒരു കാലമായിരുന്നു. പ്രത്യേകിച്ച് ആ നാളുകളിലെ കുട്ടികൾ
ലോഗോസ് ക്വിസിൽ ഒക്കെ പങ്കെടുക്കുകയും അതിരൂപതാ തലത്തിൽ വിജയികളാവുകയും സംസ്ഥാന തലത്തിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്ത ഒരു നല്ല കാലം. അതുപോലെ 2018-19 പ്രളയം ആ കാലത്തിൻ്റെ ഒരു ഓർമ്മയാണ്. ആ നാളുകളിൽ ജനത്തിന് ആവശ്യമായ ശുശ്രൂഷകൾ, പ്രത്യേകിച്ച് ഏതാനും വീടുകളൊക്കെ നിർമ്മിക്കാനും അത്തരത്തിലുള്ള ശുശ്രൂഷകളും എല്ലാം ചെയ്യാൻ കഴിഞ്ഞ ഒരു നല്ല കാലം. ഏറ്റവും ഉപരിയായി എല്ലാവരുടെയും ഒരു സ്നേഹ കൂട്ടായ്മ എന്ന നിലയിൽ പടമുഖം എല്ലായ്പ്പോഴും മനസ്സിൻ്റെ ഒരു നല്ല ഓർമ്മയാണ്. അവസാന നാളുകളിലെ കോവിഡ് കാലം അതിൻ്റെ ആരംഭത്തിൽ ആ സമയത്തുണ്ടായിരുന്നു. അപ്പോഴും അന്നൊക്കെ കോവിഡ് ഒരു ആഘോഷമായിട്ടാണ് നമ്മൾ തുടങ്ങിയ ഒരു കാലം എന്ന നിലയിൽ. പിന്നീടാണ് അതിൻ്റെ ഒരു ഭീകരതയിലേക്കൊക്കെ വന്നത്. അങ്ങനെ പടമുഖം ഒരു സ്നേഹ ഓർമ്മയാണ്. ജൂബിലിയുടെ ഈ അവസരത്തിൽ ഇടവകാംഗങ്ങൾക്ക് എല്ലാവർക്കും വികാരിയച്ഛനും ജൂബിലിയുടെ എല്ലാ മംഗളങ്ങളും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഹായ്. സുവർണ ജൂബിലി ആഘോഷത്തിൻ്റെ നിറവിലായിരിക്കുന്ന പടമുഖത്തെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ ഫാദർ സൈമൺ, നിങ്ങളുടെ 2004-2006 കാലഘട്ടത്തിലെ വികാരി. ഇപ്പോൾ പേരൂർ സെൻറ്റ് സെബാസ്റ്റ്യൻസ് ജ്ഞാനായ കത്തോലിക്ക ദേവാലയത്തിൽ സേവനം ചെയ്യുന്നു. ഈ ജൂബിലി ആഘോഷവേളയിൽ മനോഹരമായ പടമുഖത്തെ ആ ദേവാലയത്തെക്കുറിച്ച് ഓർക്കുന്നത് എനിക്കേറെ സന്തോഷം നൽകുന്നുണ്ട്. എനിക്ക് ആ പ്രദേശത്തെക്കുറിച്ചും ഇടവക ദേവാലയത്തെക്കുറിച്ചും ഓർക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് അവിടെയുള്ള ജനത്തിൻ്റെ സ്നേഹമാണ്. ഇടവക ജനങ്ങൾ മാത്രമല്ല, നാനാജാതി മതസ്ഥരായ ആളുകൾ എന്നോട് കാണിച്ച വലിയ സ്നേഹം എനിക്കൊരിക്കലും മറക്കാനാവുന്നതല്ല. സ്കൂളിൽ അധ്യാപകനായി കൂടി സേവനം ചെയ്തതുകൊണ്ട് ഇന്നും അവിടെ നിന്ന് വരുന്ന അനവധി കുട്ടികൾ എന്നെ അന്വേഷിച്ച് വരാറുണ്ട്, സ്നേഹം പങ്കുവെക്കാറുണ്ട്. ഒപ്പം ഇടവക ജനവും. ആ കാലഘട്ടങ്ങളിൽ വളരെ സന്തോഷത്തോടെ ഞാൻ കണ്ടിരുന്ന മറ്റൊരു കാര്യം അവിടുത്തെ യോഗങ്ങളായിരുന്നു. കൂടാരയോഗങ്ങൾ ഏതാണ്ട് 90% ആളുകളും പങ്കെടുക്കുന്ന ഏറെ ആനന്ദദായകമായ 2-2.5 മണിക്കൂർ നീളുന്ന ഒരു നല്ല പ്രോഗ്രാമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും അനുസ്മരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ സംഘടനാ പ്രവർത്തനങ്ങൾ, KCWA, KCYL, അത് മിഷൻ ലീഗ് പോലെയുള്ള മറ്റ് സംഘടനകൾ എല്ലാവരും ഏറെ അച്ചടക്കത്തോടും ചിട്ടയോടും കൂടി പ്രവർത്തിച്ചിരുന്നത് ഞാൻ മറക്കാതെ ഓർക്കുന്നു. അതോടൊപ്പം ആ സമയത്താണ് നമ്മുടെ സ്കൂള് പൊളിച്ചു പണിയണമെന്ന് ഗവൺമെൻറ് നിർദ്ദേശിക്കുകയും അതനുസരിച്ച് സ്കൂളിന് വേണ്ടി പുതിയ ബിൽഡിങ് നിർമ്മിക്കാൻ തീരുമാനിക്കുകയും ആ കാലഘട്ടത്തിൽ നമ്മൾ പണിയുകയും ചെയ്തു. നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണം, പ്രത്യേകിച്ച് ചേരിയിൽ ബഹുമാനപ്പെട്ട ബെന്നി അച്ഛൻ്റെ സഹായം, അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റുകയില്ല. നിങ്ങളുടെ കൂട്ടായ പരിശ്രമങ്ങൾ നിങ്ങളെ വലിയ വിജയത്തിലെത്തിക്കുമെന്ന് എനിക്ക് നിശ്ചയമാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ജൂബിലിയുടെ ഹൃദയം നിറഞ്ഞ മംഗളങ്ങൾ ആശംസിക്കുന്നു. തിരുഹൃദയം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രിയ ബഹുമാനപ്പെട്ട വികാരി ഷാജിയച്ച, പടമുഖം ഇടവാംഗങ്ങളെ, പടമുഖം ദേശവാസികളെ, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ പടമുഖം ഫൊറോന ദേവാലയത്തിൻ്റെ ജൂബിലി ആഘോഷമാണെന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. 2 വർഷക്കാലം അവിടെ വികാരിയായിരുന്ന കാലഘട്ടത്തിൻ്റെ ഓർമ്മകൾ ഇപ്പോഴും പച്ചകിടാതെ എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഞാൻ വിഷമിച്ചാണ് സത്യത്തിൽ പേരൂർ പള്ളിയിൽ നിന്ന് പടമുഖത്തേക്ക് വരുന്നത്. ഒട്ടും പരിചയമില്ലാത്തൊരു നാട്, തണുപ്പ് പ്രദേശം, എങ്ങനെയാകുമെന്നുള്ളൊരു ആകുലചിത്തകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പടമുഖത്ത് വന്നു. പക്ഷേ 2 ദിവസം കൊണ്ട് ഞാൻ അവിടുത്തെ ഒരു പൗരനെ പോലെ ആകുവാൻ എനിക്ക് സാധിച്ചു. അതിൻ്റെ കാരണം മുഖ്യമായിട്ടും അവിടുത്തെ ഇടവക ജനങ്ങളുടെ സ്നേഹമായിരുന്നു. സാധാരണക്കാർ, കൃഷിക്കാർ, ശാലീന സൗന്ദര്യമുള്ളവർ, പെരുമാറ്റ ഗുണമുള്ളവർ, അങ്ങനെയുള്ള മനുഷ്യരെ കണ്ടപ്പോൾ ഞാൻ അറിയാതെ പടമുഖവുമായിട്ട് ഇഴുകിച്ചേരുവാൻ എനിക്ക് സാധിച്ചു. ഈശോയുടെ തിരുഹൃദയത്തോടുള്ള വലിയ സ്നേഹം, ഞാൻ തിരുഹൃദയക്കുന്ന ദാസം അംഗം എന്ന നിലയിലും പടമുഖത്ത് വന്നപ്പോൾ ആ ഈശോയുടെ തിരുഹൃദയത്തോടുള്ള സ്നേഹം അവർ പ്രകാശിപ്പിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് അഭിമാനവും സന്തോഷവും തോന്നി. അങ്ങ് മുരിക്കാശ്ശേരി മുതൽ തോപ്രാംകുടി വരെയുള്ള
സ്ഥലങ്ങളിൽ പടർന്നു കിടക്കുന്ന ഇടവക്കാരെല്ലാം കാണുവാൻ പോകുമ്പോഴൊക്കെ വളരെയധികം കുന്നും മലയുമുള്ള ഒരു പ്രദേശം, ഇത്ര ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള നാട് പോലെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. നടക്കാൻ പോകുമായിരുന്നു. എല്ലാ വീടുകളും സാധാരണക്കാർ. അതുകൊണ്ട് തന്നെ വൈദികരോടും സഭയോടും ഒക്കെയുള്ള സ്നേഹം ഞാൻ പ്രകടമായിട്ട് അനുഭവിക്കാൻ സാധിച്ചു. നമ്മുടെ സ്കൂള് എന്നും തന്നെ ഞാൻ സ്കൂളിൽ പോകുമായിരുന്നു. നല്ല വിദ്യാർത്ഥികൾ, അധ്യാപകർ. അതുകൊണ്ട് കോട്ടയം രൂപതയ്ക്ക് തലയുയർത്തി കാണുവയ്ക്കാൻ സാധിക്കുന്ന ഒരു ദേവാലയമാണ് പടമുഖം ദേവാലയം. അതുപോലെ തന്നെ ഞാൻ ഹൈറേഞ്ചിനെ പറ്റി പഠിച്ചത് പടമുഖത്ത് വന്നതോടുകൂടിയാണ്. ഹൈറേഞ്ചിൻ്റെ കട്ടപ്പന മുതൽ പൈസമാലി വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലൊക്കെ പോകുവാനായിട്ട് സാധിച്ചു. കൊറോണ വികാരി എന്ന നിലയിൽ എല്ലായിടത്തും പോകുവാനും എല്ലാവരോട് പരിചയപ്പെടുവാനും സാധിച്ചു. എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത്, ഞാനൊരിക്കൽ എൻ്റെ ഒരു സുഹൃത്തായ വൈദികനോട്, അതായത് അവിടെ വികാരിയായിരുന്ന ഒരു അച്ഛനോട് ചോദിച്ചു, അച്ഛൻ പല പള്ളികളിൽ ഇരുന്നിട്ടുണ്ടല്ലോ, ഏത് പള്ളിയിൽ ഇരുന്നതിൻ്റെ ഓർമ്മ കൂടുതലുള്ളതെന്ന് പറഞ്ഞു. അച്ഛൻ ചാടി പറഞ്ഞു, ഞാൻ പടമുഖത്ത് ഇരുന്നതിൻ്റെ ഓർമ്മയാണ് എനിക്ക് കൂടുതലുള്ളത്. എനിക്കും അതുപോലെ തന്നെ പറയുവാൻ സാധിക്കും. ഞാൻ അനേക പള്ളികളിലിരുന്നു, സ്ഥാപനങ്ങളിലിരുന്നു. പക്ഷേ പടമുഖത്തിൻ്റെ ഓർമ്മ ഇപ്പോഴും മനസ്സിൽ സന്തോഷത്തോടു കൂടിയാണ് അനുസ്മരിച്ചുകൊണ്ടിരിക്കുക. അവിടുത്തെ കൊച്ചുമുറികൾ, ആ മുറിയുടെ മുകളിൽ ഹോള് പണിതത് ഞാനുള്ള കാലത്താണ്. അതുപോലെ തന്നെ പല കാര്യങ്ങളുമൊക്കെ അവിടെ ചെയ്യാൻ സാധിച്ചു. കുടുംബയോഗം, കൂടാരയോഗങ്ങളൊക്കെ നടത്തുവാനൊക്കെ സാധിച്ചിട്ടുണ്ട്. എപ്പോഴും ആളുകൾക്ക് വലിയ സ്നേഹമായിരുന്നു. അതുപോലെ തന്നെ ആ പ്രദേശവുമായിട്ട് ഇഴുകിച്ചേരുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ജൂബിലിയുടെ അവസരത്തിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് ആളുകളൊക്കെ താഴോട്ട് പോരുകയാണ്, നാട്ടിലേക്കൊക്കെ പോരുമ്പോൾ പറയുമ്പോൾ ഒരു വശത്ത് സന്തോഷമുണ്ടെങ്കിലും മറുവശത്ത് സങ്കടമുണ്ട്. കാരണം പടമുഖം പള്ളി അനാഥമായി പോകരുതല്ലോ, അവിടെ ആളുകൾ ഉണ്ടാകണമല്ലോ. കാരണം ഒരു കാലത്ത് കോട്ടയം രൂപതയ്ക്ക് ആ പള്ളിക്ക് സ്ഥലം വാങ്ങി കിട്ടിയത് വലിയ ഭാഗ്യമായിരുന്നു. അങ്ങനെ കിട്ടിയ ആ സ്ഥലം അവിടുത്തെ ആളില്ലാതെ പോകരുതല്ലോ എന്നൊരു ചിന്ത കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. എല്ലാവരും സാധാരണക്കാർ കരിങ്കല്ലിൽ പണിത ഈ പടമുഖം ദേവാലയം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കരിങ്കല്ല് കുത്തിയതുപോലെ ഇപ്പോഴും സൂക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ആൾക്കാരുടെ മുമ്പിൽ ഭക്തിയോടുകൂടി ശരി സമയിച്ചുകൊണ്ടാണ് ഈ ജൂബിലിക്കുള്ള ആശംസകൾ ഞാൻ അർപ്പിക്കുക. എല്ലാ പടമുഖത്തെ ഇടവക്കാരെയും പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയും ആശംസകൾ അർപ്പിക്കുകയും ചെയ്യുന്നു. ഇടവക സ്ഥാപനത്തിൻ്റെ 50-ാം വർഷം ആഘോഷിക്കുന്ന പടമുഖം ഫൊറോന ഇടവകയിലെ ഇടവക വികാരിയച്ഛനും ഇടവക ജനങ്ങൾക്കും എൻ്റെ ആശംസകൾ. 50 വർഷത്തെ ചരിത്രത്തിൽ നിർണായകമായ വലിയ നേട്ടങ്ങൾ കൈവരിക്കുവാൻ പടമുഖം ഇടവകയ്ക്ക് സാധിച്ചത് ഇടവക ജനങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണവും ത്യാഗപൂർണവും അർപ്പണ മനോഭാവത്തോടും കൂടിയുള്ള അവരുടെ പ്രവർത്തനങ്ങളുമാണ്. ഹൈറേഞ്ച് മേഖലയുടെ പരിമിതികളിലും പരിതാപ അവസ്ഥകളിലും നിന്നുകൊണ്ട് പടമുഖം ഇടവകക്കാർ നടത്തിയ ത്യാഗപൂർണമായ പരിശ്രമമാണ് ഇടവകയെ ഇന്ന് ഈ നിലയിലേക്ക് എത്തിച്ചത്. ആ വഴിയിൽ 1988-89 വർഷത്തിൽ എനിക്കും പങ്കാളിയാകാൻ സാധിച്ചതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ആ കാലഘട്ടത്തിലാണ് മുരിക്കാശ്ശേരിയിൽ നിന്നും പടമുഖത്തേക്കുള്ള വഴി മറ്റ് യാതൊരു കാര്യമായ സഹായവുമില്ലാതെ പൂർണ്ണമായും ജനങ്ങളുടെ പരിശ്രമത്തിലൂടെ നിർമ്മിച്ചെടുത്തത്. അതിന്ന് ആ നാടിൻ്റെ വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകിയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇടവകയുടെ നാനാവിധ പ്രവർത്തനങ്ങളിൽ ആദ്യകാല തലമുറയുടെ സംഭാവനയെ നമ്മൾ വളരെയേറെ വിലമതിക്കണം. ഇന്ന് ഞാൻ ചുങ്കംപള്ളിയിലെ വികാരിയായിരിക്കുമ്പോൾ ചുങ്കം ഫൊറോനായുടെ കീഴിലായിരുന്ന പടമുഖം ഇടവകയ്ക്ക് ചുങ്കം ഇടവകയിൽ നിന്ന് നൽകിയിരുന്ന സ്നേഹവും പരിചരണവും പരിഗണനയുമൊക്കെ പ്രത്യേകം അനുസ്മരിക്കുകയാണ്. ചുങ്കം ഫൊറോനായുടെ കീഴിലായിരുന്ന പടമുഖം ഇടവകയ്ക്ക് ചുങ്കം ഫൊറോന ഇടവകയിൽ നിന്നും ലഭിച്ചിരുന്ന പരിഗണനകളും പരിലാളനകളും നന്ദിയോടെ അനുസ്മരിക്കുകയാണ്. ഞാനിന്ന് ചുങ്കം വികാരിയായിരിക്കുമ്പോൾ
പടമുഖം ഇടവകയുടെ 50-ാം വാർഷികാഘോഷം, ജൂബിലി ആഘോഷം നടക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഇടവക ജനങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായി ആശംസകൾ അർപ്പിക്കുന്നതോടൊപ്പം വലിയ നേട്ടങ്ങൾ കൈവരിക്കുവാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട പൂത്തറയച്ചൻ്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ജൂബിലി പ്രവർത്തനങ്ങളെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ജൂബിലി ആശംസകൾ. നന്ദി. പടമുഖം പള്ളിയുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛ, പടമുഖം പള്ളി ഇടവക ജനമേ, എല്ലാവർക്കും ജൂബിലിയുടെ ആശംസകൾ നേരുന്നു. വലിയ സന്തോഷത്തിൻ്റെ സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്ന അവസരമാണല്ലോ. ഞാൻ 1985-88 കാലഘട്ടങ്ങളിലാണ് അവിടെ വികാരിയായിരുന്നത്. അത്യാവശ്യം ബാലാരിഷ്ടതകൾ കഴിഞ്ഞ് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലേക്ക് പള്ളി വന്ന സമയത്താണ് ഞാൻ അവിടെ വരുന്നത്. അതുകൊണ്ട് ഒരു അധ്വാനവും കാര്യമായിട്ട് അവിടെ ചെയ്യേണ്ടതായിട്ട് വന്നില്ല. ജനമെല്ലാം തങ്ങളുടെ തിരുഹൃദയ പള്ളി എന്നല്ല അവർ പറയുന്നത്, തിരുഹൃദയത്തോട് എപ്പോഴും ചേർന്ന് നിൽക്കുന്നവരായിരുന്നു. എപ്പോഴും ആ പള്ളിക്ക് വേണ്ടി മത്സരിച്ച് കാര്യങ്ങൾ ചെയ്യാനാണ്. ഇതിൻ്റെയൊക്കെ കാരണം അന്നത്തെ ആ പഴയ തലമുറയും ഇന്നത്തെ മധ്യവയസ്കരായ ആളുകളും അവരുടെ ആത്മാർത്ഥമായ ദൈവഭക്തിയും സ്നേഹവും, അതോടൊപ്പം തന്നെ കുടുംബങ്ങൾ കാത്തു പരിപാലിക്കുവാനുള്ള അവരുടെ നല്ല തീക്ഷ്ണതയുമായിരുന്നു. വലിയ സമ്പന്നരല്ലായിരുന്നുവെങ്കിലും വിശ്വാസത്തിൽ എല്ലാവരും സമ്പന്നരായിരുന്നു. ആ സമ്പന്നതയിൽ നിന്ന് വന്നതിൻ്റെ ഫലങ്ങൾ ഇന്ന് ആ ഇടവകയിലെ പിന്നീട് വരുന്ന തലമുറകളെല്ലാം അനുഭവിക്കുന്നുണ്ട്. അവരുടെ സ്നേഹത്തിന്, അന്നത്തെ ആ സ്നേഹത്തിന് വളരെ സന്തോഷത്തോടെ നന്ദി പറയുന്നു. നന്മകൾ നേരുന്നു. ഈശോയുടെ തിരുഹൃദയം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സുവർണ ജൂബിലി ആഘോഷിക്കുന്ന പടമുഖം ഫൊറോന പള്ളിയിലെ എല്ലാ ഇടവക ജനത്തിനും ജൂബിലിയുടെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. തിരുഹൃദയത്തോട് എന്നും ചേർന്ന് പോയിട്ടുള്ളവരാണ് നിങ്ങൾ. സഭയെയും വൈദികരെയും എല്ലാവരെയും ചേർത്ത് പിടിച്ചവരാണ് നിങ്ങൾ. ഈ ജൂബിലി വർഷത്തിലും തിരുഹൃദയത്തോട് കൂടുതൽ ചേർന്ന് പോകുവാനും കൂടുതൽ ദൈവാനുഗ്രഹങ്ങൾ നേടുവാനും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ജൂബിലിയുടെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിതമായ പടമുഖം ഇടവക സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നിങ്ങളുടെ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നു. ദൈവകൃപയുടെ 50 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഈ കാലമത്രയും കൈപിടിച്ച് നടത്തിയ സർവശക്തനായ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. അതോടൊപ്പം നമുക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത നമ്മുടെ പൂർവികരെ നമുക്ക് നന്ദിയോടുകൂടി അനുസ്മരിക്കാം. മുന്നോട്ടുള്ള യാത്രയിൽ ദൈവത്തിൻ്റെ കരം കൂടുതൽ മുറുകെ പിടിച്ചുകൊണ്ട് സഞ്ചരിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ജൂബിലി ആഘോഷം നമ്മുടെ ഇടവകയ്ക്ക് ആത്മീയ ഉണർവിനുള്ള അവസരമായി തീരട്ടെ എന്ന് ഞാൻ സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. കൊറോണ മഹാമാരിയുടെ സമയത്താണ് പടമുഖം ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുവാൻ എനിക്ക് അവസരം ലഭിച്ചത്. പരസ്പര ബന്ധങ്ങളും കൂട്ടായ്മകളും ഒക്കെ പരിമിതമായിരുന്ന ആ കാലഘട്ടത്തിലും അനേകം വ്യക്തികളുടെ സ്നേഹവും കരുതലും അടുത്തറിയുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഹൈറേഞ്ചിൻ്റെ മക്കളെന്ന നിലയിൽ അധ്വാനത്തോടുള്ള നിങ്ങളുടെ പ്രതിബദ്ധതയും എല്ലാ പ്രതിസന്ധികളിലും ദൈവം കാത്തുകൊള്ളുമെന്നുള്ള ഉറച്ച വിശ്വാസവും എനിക്ക് വലിയ പാഠവും പ്രചോദനവുമായിട്ടുള്ളത് ഈ അവസരത്തിൽ നന്ദിയോടുകൂടി ഞാൻ ഓർക്കുന്നു. അടിയുറച്ച ഈ വിശ്വാസവും അധ്വാനിക്കുവാനുള്ള വലിയ മനസ്സും പരസ്പരമുള്ള ഊഷ്മളമായ സ്നേഹവും ബന്ധങ്ങളും കരുതലുമൊക്കെയാണ് ഈ ഇടവക സമൂഹത്തിൻ്റെ കരുത്ത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ നന്മകൾ കൂടുതൽ വളർത്തിയെടുക്കുവാൻ ജൂബിലി ആഘോഷങ്ങൾ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ജൂബിലി ആഘോഷിക്കുന്ന പടമുഖം തിരുഹൃദയ ഫൊറോന ഇടവകയിലുള്ള ബഹുമാനപ്പെട്ട വികാരിയച്ചനും
ബഹുമാനപ്പെട്ട ദൈവജനം മുഴുവനും ജൂബിലിയുടെ പ്രാർത്ഥനാന്തരപരമായ ആശംസകൾ സ്നേഹത്തോടെ ആദ്യമേ നേരുകയാണ്. എൻ്റെ കഴിഞ്ഞ 17 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൽ ഒത്തിരിയേറെ നല്ല നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഇടവകയാണ് പടമുഖം. 1.5 വർഷം മാത്രമാണ് ഞാൻ അവിടെ സേവനം ചെയ്തിരുന്നുള്ളെങ്കിലും എനിക്ക് ഒരുപാട് നല്ല നല്ല അനുഭവങ്ങൾ നൽകിയ ഒരു ഇടവക. ഈ ഇടവകയുടെ ജൂബിലി വർഷത്തിൽ നിങ്ങളോടൊത്ത് ആയിരിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും എൻ്റെ മനസ്സും ഹൃദയവും പ്രാർത്ഥനകളും എന്നും നിങ്ങളോടൊപ്പം ഉണ്ട്. ഈ ജൂബിലി വർഷത്തിൽ പടമുഖം ഇടവക ചെയ്തുകൊണ്ടിരിക്കുന്ന ഒത്തിരിയേറെ നല്ല നല്ല കാര്യങ്ങൾ ഉണ്ട് എന്നെനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും പിന്തുണയും തീർച്ചയായും പടമുഖം ഇടവക സമൂഹത്തിൽ എപ്പോഴും തന്നെ ഉണ്ടാകുന്നതാണ്. ഈ ജൂബിലി വർഷത്തിൽ കൂടുതൽ ദൈവാനുഗ്രഹങ്ങളും ദൈവകൃപകളും ഈശോയുടെ തിരുഹൃദയം വഴിയായി ഇടവകയിലുള്ള ഓരോ മക്കൾക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹത്തോടെ ജോബിയച്ചൻ. ഹൈറേഞ്ച് മേഖലയ്ക്ക് അനുഗ്രഹമായി നിലകൊള്ളുന്ന പടമുഖം തിരുഹൃദയ ഫൊറോന ദേവാലയത്തിൻ്റെ സുവർണ ജൂബിലിക്ക് കട്ടച്ചിറ ഇടവകയുടെ എല്ലാ ആശംസകളും പ്രാർത്ഥനാപൂർവ്വം നേരുന്നു.